നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ആ ചിത്രം ഇന്ന് നമുക്ക് മുന്നിലേക്ക് അല്പസമയം തൊട്ട് മുന്നേ വന്നിരിക്കുകയാണ്. അതായത് പ്രോം ടൈം സ്പീക്കറായ ജി സുധാകരന് മുന്നിൽ MLA ആയി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചിത്രമായി ഇത് മാറിയിരിക്കുകയാണ്. ശ്രീ പിണറായി വിജയൻ എന്ന് പ്രോം ടൈം സ്പീക്കർ ജി സുധാകരൻ അനൗൺസ് ചെയ്യുന്നു. പിണറായി വിജയൻ എത്തുന്നു. അദ്ദേഹം സഗൗരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവനാമത്തിൽ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയൻ സഗൗരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിനുശേഷം ഒപ്പുവയ്ക്കുന്നു. ശേഷം പ്രോം ടൈം സ്പീക്കർ അടുത്ത് പോകുന്നു. ഇരുവരും ഹസ്തദാനം ചെയ്യുകയും പരസ്പരം മുഖത്ത് നോക്കി അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും കൗതുകമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരെ നമുക്കറിയാം, പാർട്ടി ഒരു നിർണായക ഘട്ടത്തിൽ ഒരു നിർണായക തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ജി സുധാകരൻ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ശേഷം ഇരുവരും തമ്മിൽ അതായത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കാമെന്ന തീരുമാനമെടുക്കുന്നു. എന്നാൽ പിണറായി വിജയൻ അദ്ദേഹത്തെ അനുനയിപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹവുമായി അനുനയ ചർച്ചകൾക്ക് തയ്യാറാകും എന്ന പ്രതീക്ഷകൾ, എന്ന വാർത്തകളൊക്കെ പടരുന്നു. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ജി സുധാകരനെ കാണാനോ ഒരു അനുനയ ചർച്ചയ്ക്കോ പിണറായി വിജയൻ തയ്യാറായില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്നിട്ട് പിണറായി വിജയൻ ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന അഭ്യൂഹങ്ങൾ നിൽക്കവേ അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ പിണറായി വിജയൻ പോയ കാഴ്ചയൊക്കെ നമുക്ക് മറക്കാനാകില്ല. ഈ പ്രചരണ സമയത്തൊക്കെ നടന്ന സംഭവമാണിത്. പിന്നാലെയാണ് അദ്ദേഹം ജി സുധാകരൻ കോൺഗ്രസിലേക്ക് ചേർന്നതും കോൺഗ്രസുമായി സഹകരിക്കുന്നതും. ഇപ്പോൾ ഇതാ അവിടെ നിന്ന് അമ്പലപ്പുഴ, അവിടെ ഒരിക്കലും കൈവിടരുതെന്ന് LDF ആഗ്രഹിച്ചതാണ്. പക്ഷേ സുധാകരന് മുന്നിൽ അവിടെ LDF തോറ്റു. എന്തായാലും അദ്ദേഹം നിയമസഭയിൽ എത്തിയിരിക്കുന്നു. റോളുകൾ മാറിയിരിക്കുകയാണ്. പ്രോം ടൈം സ്പീക്കറായി ജി സുധാകരൻ, MLA ആയി പിണറായി വിജയൻ. 15ാം നിയമസഭയുടെ നായകനായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ഇപ്പോൾ ഇതാ 16ാം നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ നായക പദവി നഷ്ടമായിരിക്കുന്നു. മറിച്ച് പ്രതിപക്ഷത്തിന്റെ നായകനായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. മാത്രമല്ല, പിണറായി വിജയനെ പ്രതിപക്ഷം, അതായത് നിയമസഭയിലുള്ള പ്രതിപക്ഷം കരഘോഷത്തോടെയാണ് സത്യപ്രതിജ്ഞ നടത്താനായി സ്വീകരിച്ചത്. ഡെസ്കിൽ തട്ടി സന്തോഷം പ്രകടിപ്പിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ കൗൺസിലറായ വിദ്യാ ബാലകൃഷ്ണൻ വിജയിച്ചിരുന്നു, മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു. വിദ്യാ ബാലകൃഷ്ണന് ശേഷമാണ് പിണറായി സത്യപ്രതിജ്ഞയ്ക്ക് വന്നത്. 133ാമതായിട്ടാണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞതാണ്. ഈ ആൽഫബറ്റിക് ഓർഡറിലാണ്, അക്ഷരക്രമത്തിലാണ്, ഓരോരുത്തരുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൻ്റെ എന്ന ക്രമത്തിലാണ് സത്യപ്രതിജ്ഞയായി ക്ഷണിക്കുന്നത്. 133ാമതായാണ് പിണറായി വിജയൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം സഭയെ നയിച്ച നായകനാണ് പിണറായി വിജയൻ. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷത്തെ നയിക്കുന്ന റോളുകൾ മാറി മറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും കൗതുകമായ കാഴ്ചകൾക്കാണ് ഇന്ന് അവിടെ സാക്ഷിയായത്. നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ കടന്നുപോയ സാഹചര്യമാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറുന്ന. സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ അല്പസമയത്തിനകം സമാപിക്കും. ഏതാണ്ട് അവസാനത്തേക്ക് എത്താറായിരിക്കുകയാണ്. എന്തായാലും കൗതുകമായ കാഴ്ചയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കിയതാണ്. പ്രോം ടൈം സ്പീക്കറായി ജി സുധാകരൻ ഇരിക്കുമ്പോൾ അതിനു മുന്നിൽ പിണറായി എത്തി MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു മനോഹര കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ് കേരളം. ഇരുവരുടെ ഹസ്തദാനവും പരസ്പരമുള്ള അഭിവാദ്യവും ഒക്കെ വളരെ രാഷ്ട്രീയ കേരളത്തിൽ വളരെ നയനമനോഹരമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. CPM-നോട് ഈ ഒരു തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന പ്രചാരണ സമയത്ത് തെറ്റിപ്പിരിഞ്ഞ ജി സുധാകരൻ, അതുപോലെ തന്നെ ടി കെ ഗോവിന്ദൻ വിജയിച്ച് MLA ആയി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹവും പിണറായി വിജയനുമായി സംസാരിക്കുകയുണ്ടായി. 16ാം കേരള നിയമസഭയിൽ MLA-മാരായി വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുകയാണ്. CPM-നോട് തെറ്റിപ്പിരിഞ്ഞ് UDF പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച ഇരുവരും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പിണറായി വിജയന് കൈ കൊടുത്തുകൊണ്ടായിരുന്നു ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. തളിപ്പറമ്പിൽ നിന്നെത്തിയ അംഗത്തെ ഭരണനിരയിലുള്ളവർ കയ്യടികളോടെ വരവേറ്റു. പിണറായി വിജയൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ സഗൗരവം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. പയ്യന്നൂരിൽ നിന്ന് സഭയിലെത്തിയ കുഞ്ഞികൃഷ്ണൻ CPM-നോട് ഏറ്റുമുട്ടിയാണ് മത്സര രംഗത്തെത്തിയത്. രാവിലെ 9 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയത്. ഇപ്പോൾ സമയം 12:30 അടുക്കുകയാണ്. ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രോം ടൈം സ്പീക്കറായ ജി സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ. ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ
സഖാക്കളാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയായിരുന്നു ജി സുധാകരൻ സഭയെ അഭിസംബോധന ചെയ്തത്. രണ്ടാമതായി പാറയ്ക്കൽ അബ്ദുള്ളയും മൂന്നാമതായി KM അഭിജിത്തുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. KK ആബിദ് ഹുസൈൻ തങ്ങൾ, അബിൻ വർക്കി എന്നിവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പുനലൂർ MLA C അജയ് പ്രസാദ്, OS അംബിക, GR അനിൽ എന്നിവർ സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തു. OS അംബികയാണ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത. സത്യവാചകത്തിന് അവസാനം ആലുവക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് അൻവർ സാദത്ത് പറഞ്ഞു. MS അരുൺകുമാറും സഗൗരവം പ്രതിജ്ഞ ചെയ്തപ്പോൾ കന്നഡ ഭാഷയിലാണ് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. KN ബാലഗോപാൽ, VT ബൽറാം എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ പതിച്ച ടീഷർട്ട് ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. കോഴിക്കോട് സൗത്ത് MLA അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മാത്രമല്ല ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത BJPയുടെ 3 പേർ ഇന്ന് നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, VV ഗോപകുമാർ എന്നിവരാണ് BJP MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ കൂടിയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. MLA-മാർ, നമ്മളുടെ നാടിനെ ഭരിക്കാനുള്ള MLA-മാർ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. എന്തായാലും കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കൂടി അരങ്ങേറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മൻ സൈക്കിളിലാണ് നിയമസഭയിലേക്ക് എത്തിയത്. അതും ഏറ്റവും ശ്രദ്ധേയമായി മാറി ആ ദൃശ്യങ്ങളിലേക്ക്. Come on,